ബലിവേദി മുന്നില അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ദൈവമായ കർത്താവ് നമുക്ക് പ്രകാശം നൽകി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെയും. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളേകുന്ന അൽത്താരയ്ക്ക് ചുറ്റും ബലിപീഠത്തിൽ ആയിരിക്കുകയാണ് നാം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. കാരണം നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ചോ അവിടുത്തെ അളവറ്റ കാരുണ്യത്തിൻ്റെ കാരണമായാണ് നാം ഈ ബലിവേദിക്ക് ചുറ്റുമായിരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായി കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം പുരുഷന്മാരെ തൃപ്തരാക്കി എന്ന സുവിശേഷ ഭാഗമാണ്. വചനം ഇപ്രകാരം പറയുന്നു: അവന് അവരോട് അനുകമ്പ തോന്നി എന്ന്. ആ അനുകമ്പ തോന്നിയ ഈശോ തൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും അതിനുശേഷം അപ്പം നൽകിക്കൊണ്ട് തൃപ്തരാക്കുകയും ചെയ്തു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ കഷ്ടതകളും കാണുമ്പോൾ അനുകമ്പ തോന്നുന്ന ദൈവമാണ് നമുക്കുള്ളത്. ആ അനുകമ്പ തോന്നിയത് ശേഷം ഈശോ നമ്മളെ പഠിപ്പിക്കുകയും ഏത് സാഹചര്യത്തിലാണോ നാം ആ ആഗ്രഹത്തിൻ്റെ അപ്പം നൽകിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അപ്പവും അനുഗ്രഹവും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നവനാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിലായിട്ട് മറച്ചു വയ്ക്കുവാനായി നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ, ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേലയിൽ പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് മനസ്തപിച്ചും അവിടുത്തെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ദൈവമേ, അങ്ങേ ഏകജാതൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ സത്തയിൽ പ്രത്യക്ഷപ്പെട്ടുവല്ലോ. ഭാഗ്യമായ ഞങ്ങൾക്ക് സദൃശനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ അവിടുന്ന് വഴി ആന്തരികമായി നവീകരിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടി പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം
ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. കർത്താവെ, കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവിടുന്ന് നീതി പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രർക്ക് മോചനം നൽകട്ടെ. കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനോളത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. കർത്താവേ, എല്ലാ ജനതകളും അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനം നൽകാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദിനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടയിൽ കൂട്ടമായി ഇരിക്കുവാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാർ ആയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഇവിടെ വായിച്ചു കേട്ട വചനഭാഗം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ യേശുനാഥൻ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം പുരുഷന്മാരെ, സ്ത്രീകളും കുട്ടികളും വേറെയുണ്ട് എന്ന് മറ്റുള്ള സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, 5000-ഓളം പുരുഷന്മാരെ തൃപ്തരാക്കിയ അനുഭവമാണ്.
ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നു. വചനം ശ്രവിച്ച് വിശന്നപ്പോൾ അവർക്ക് അതേ വചനം തന്നെ, അല്ലെങ്കിൽ വചനം മാംസമായ നമ്മുടെ കർത്താവായ യേശു തന്നെ അവർക്ക് അപ്പം നൽകി അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. ഇവിടെ ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ പിന്നിൽ 3 രഹസ്യങ്ങളാണ് ഉള്ളത് എന്ന് തിരുസഭ മാനിക്കുന്നുണ്ട്. തിരുസഭയുടെ സുവിശേഷ പണ്ഡിതന്മാർ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം താൻ ദൈവപുത്രനാണ് എന്നും തന്നിൽ ആശ്രയിക്കുന്ന ഒരുവനും വിശക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് ഈശോ ഈ വലിയ അത്ഭുതം പ്രവർത്തിച്ചത് എന്ന്. രണ്ടാമതായി, ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അപ്പവും അതുപോലെ തന്നെ മീനും എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി, കണ്ണുകളും ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോ ഈ അപ്പവും മീനും എടുത്തുകൊണ്ട് വലിയ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഇതിലൂടെ ഈശോ നൽകുന്ന വലിയ സന്ദേശം, ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ സ്നേഹപിതാവായ ദൈവത്തെയും ആ പിതാവായ ദൈവം അയച്ച പുത്രനെയും ആശ്രയിച്ചാൽ അവർക്കൊരിക്കലും വിശക്കുകയില്ല എന്ന ആ വലിയ ദൗത്യം പ്രകടമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ചത് എന്നും. മൂന്നാമതായി കടന്നു വരുന്ന ആശയം, ഈശോ ഈ അപ്പവും മീനും എടുത്ത് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇവരുടെ പക്കൽ എന്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന്. ശിഷ്യന്മാർ ചെന്ന് നോക്കിക്കൊണ്ട് കണ്ടുപിടിക്കുകയാണ് അവരുടെ പക്കൽ 5 അപ്പവും 2 മീനുമാണ് ഉള്ളത് എന്ന്. ഈശോ ആ 5 അപ്പവും 2 മീനുമാണ് എടുക്കുന്നത്. വേണമെങ്കിൽ ഈശോയ്ക്ക് അത് എടുക്കാതെ തന്നെ ഈ അത്ഭുതം പ്രവർത്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈശോ ഈ 5 അപ്പവും 2 മീനും അവരുടെ കൈവശം ഉണ്ടായത് സ്വീകരിക്കുകയാണ്. അത് സ്വീകരിച്ചതിന് ശേഷം അതിലൂടെയാണ് ഈശോ ഈ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കരങ്ങൾ പ്രവർത്തിക്കണമോ എങ്കിൽ നിങ്ങളുടെ ദൗത്യം നിങ്ങൾക്കുള്ളവയും കർത്താവിന് കൊടുക്കുവാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ളത് അത് കർത്താവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ അതിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ അത്ഭുതങ്ങൾ വഴി അനേകരുടെ വിശപ്പടക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ കുർബാനയിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പക്കൽ എന്താണ് ഉള്ളത്? 5 അപ്പമായിട്ടുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, മനസ്സും ഹൃദയവും. അവ അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഭയഭക്തിയോടുകൂടി ആയിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും പൂർണ്ണമായിട്ടും കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിലുള്ള ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവിന് അനുകമ്പ തോന്നി നമ്മളെ പഠിപ്പിക്കുകയും അപ്പമായ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
അപ്പവും ഈ അൾത്താരയിൽ ഞങ്ങൾ വന്നിടുന്നു. കരുണാമയനായ കർത്താവേ, സ്വീകരിച്ചിടണമേ. സഹോദരൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ജനത്തിൻ്റെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിപൂർവം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭക്തി പരസ്പരമുള്ള സ്നേഹത്താൽ അവർ പ്രഖ്യാപിക്കുന്നവ സ്വർഗീയ കുദാശകളാൽ സ്വന്തമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി ഞങ്ങളെ വീണ്ടെടുപ്പിൻ്റെ വിനയം പ്രസ്പഷ്ടമാക്കി. എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ മാനുഷിക നശ്വരത നിത്യ ബഹുമതിയിലേക്ക് കടക്കുക മാത്രമല്ല, വിസ്മയനീയമായ പങ്കാളിത്തത്താൽ ഞങ്ങളും നിത്യരായി ഭവിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും ഗായക സംഘത്തോടുമൊപ്പം ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ
പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാവത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നെ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവും മെനഞ്ഞെടുത്തേ തന്റെ കൈകളാ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയത്തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു നന്ദിയേകുന്നു നന്ദിയേകുന്നു. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം
വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോട് കൂടെയായിരിക്കുവാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ദൈവം നമ്മെ സ്നേഹിച്ച അവിടുത്തെ വലിയ സ്നേഹത്താൽ പാപകരമായ ജഡത്തിൻ്റെ സദൃശ്യത്തിൽ അവിടുന്ന് തൻ്റെ പുത്രനെ അയച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കടന്നു വരുന്ന എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു വരുന്ന എല്ലാ ചിന്തകളെയും മനോഭാവങ്ങളെയും പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവുമങ്ങളൊക്കെ ആ നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ മനസ്സോടെ കർത്താവിന് ബലിയർപ്പിക്കത്തക്ക വിധത്തിൽ അവിടുത്തെ സ്നേഹത്താൽ നമ്മളെ തന്നെ ആവരണം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ള മക്കളെയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും ആത്മീയ നിറവിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന എല്ലാ മക്കളെയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് യാചിക്കുകയാണ്. അങ്ങേ കുദാശയുടെ പങ്കാളിത്തം വഴി ഞങ്ങളെ സ്പർശിക്കുന്ന ദൈവമേ, അതിൻ്റെ ശക്തിയുടെ ഫലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങനെ അങ്ങേ ദാനം സ്വീകരിക്കുവാൻ അതേ ദാനത്തിലൂടെ ഞങ്ങളെ യോഗ്യരാക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.